കർത്താവിൻ്റെ തന്നെ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കും. രാജാതിരാജാവും കർത്താവുമായവനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ നിലവുകളെ അറിയുന്ന, നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന, നമ്മുടെ വേദനകളെ അറിയുന്ന, നമ്മുടെ കഷ്ടങ്ങളെ അറിയുന്ന, നിന്ദകളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആരും അത് കണ്ടില്ലെങ്കിലും കാണേണ്ടവൻ കാണും. നിങ്ങളേത് സാഹചര്യത്തിലാണെങ്കിലും ആരോടും തുറന്നു പറയാൻ പറ്റാത്ത ഭാരമോ പ്രയാസങ്ങളോ ജീവിതത്തിൽ അനുഭവിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ പറ, എന്നോട് കൂടെയുള്ളവൻ സർവശക്തനാണ്. അവരോട് കൂടെ മാംസഭുജമേ ഉള്ളൂ. എന്നോട് കൂടെ യുദ്ധങ്ങൾ നടത്തിത്തരാനും നീതി ന്യായവും ചെയ്യാൻ ഉന്നതനായൊരു ദൈവമുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമുക്ക് തയ്യാറാവാം. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ദൈവം എല്ലാ ദിവസവും നമ്മുടെ കൂടെയുണ്ട്. കൂടെ നിൽക്കുമെന്ന് നമ്മൾ ചിന്തിച്ച, കൈത്താങ്ങൽ നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച പലരും മാറുമ്പോൾ സഹോദരങ്ങളെ, കൂടെയുള്ള ഒരു ദൈവമുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇബ്രാഹിം ലേഖനത്തിൽ നമുക്കറിയാം 13-ാം വാക്യം, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഏതൊക്കെ ശക്തികൾ ഇളകി വന്നാലും, ആക്രമണങ്ങൾ പെരുകിയാലും, നിർത്തത്തില്ലെന്ന് പറഞ്ഞാലും, പിടിച്ചു വലിക്കാൻ ശ്രമിച്ചാലും, വിളിച്ചു പറ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. ഒരു ജഡത്തിനും ഒരു മനുഷ്യശക്തിക്കും എന്നെ ജയിക്കാൻ കഴിയത്തില്ലെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ ദൈവസഭ തയ്യാറാവട്ടെ. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെട്ട പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. ഈ കാലഘട്ടത്തിൽ പ്രിയ സഹോദരങ്ങളെ, സ്വന്തം ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ധനം കൊണ്ടോ നിൽക്കുവാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൃപയുടെ ആഴങ്ങൾ, ഈ ദിവസങ്ങൾ ആത്മശക്തിയുടെ വ്യാപാരങ്ങൾ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കണം. ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം നമ്മെ വഴി നടത്താൻ ശക്തനാണ്. അവിടുത്തെ കൃപ, അവിടുത്തെ സാന്നിധ്യം ഈ പകൽ തിരിച്ചറിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആരംഭത്തിങ്കിൽ തന്നെ അവസാനം അറിയുന്നവൻ, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് അറിയിക്കുന്നവൻ നമ്മോട് കൂടെ ഉണ്ടെന്ന് വ്യക്തമായി മനസ്സിലാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കടാക്ഷങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും എല്ലാ കാലഘട്ടത്തിലും അവിടുന്ന് വെളിപ്പെട്ടു. നമ്മൾ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഓരോ നിമിഷവും ചെയ്യേണ്ടത് ചെയ്യാൻ, അറച്ചു നിൽക്കാതെ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. കാരണം മുമ്പോട്ട് പോകണം. അത് കണ്ടിട്ട് മുമ്പോട്ട് പോകണം. അതിനെ ജയിക്കാൻ ഉള്ള ശക്തമായ ഒരു അനോയിൻറ്റിങ്ങുമായി മുമ്പോട്ട് പോകണം. പ്രതികൂലമല്ല വലുത്, പ്രതിസന്ധി അല്ല വലുത്, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. അതിന്മേൽ ഇന്നു പകലിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. എത്ര വലിയ കല്ലാണെങ്കിലും, കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ അതിനെ ഉരുട്ടിക്കളയാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ വ്യക്തമായി തിരിച്ചറിയാൻ അവിടുന്ന് നമ്മയെല്ലാം ഇടയാക്കും എന്നുള്ളതിന് സംശയം ഇല്ല. ഞാനോ യഹോവയിങ്കലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. യഹോവയായ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ വീണു എങ്കിലും വീണ്ടും എഴുന്നേൽക്കും. പ്രിയരെ, എഴുന്നേൽക്കത്തില്ലെന്ന്
പറഞ്ഞവിടെ കിടക്കരുത്. നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകം പറയും ഇനി എഴുന്നേൽക്കില്ല, ഇനിയും ഒരു ഉച്ചാരണം ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം, നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവം, നമ്മളെ നിവർത്തുന്ന ഒരു ദൈവം ഇന്നും പകലിലും കൂടെയുണ്ട്. യിരെമ്യാ പ്രവചനം 1-ാം 8-ാമത് വാക്യം, നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദ ലോർഡ്. ദൈവം യിരെമ്യാവിനെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, പ്രവാചകനായി, ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു, അപ്പോയിന്റ് ചെയ്തിരിക്കും. പ്രിയരെ, ഈ ഭൂമിയിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മുടെ മേൽ ദൈവത്തിൻ്റെ നിയോഗമുണ്ട്. നമ്മുടെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ നിയോഗമുണ്ട്. എന്തായിത്തീരണം, എങ്ങനെയായിത്തീരണം, നമ്മൾ നമുക്ക് വേണ്ടിയും നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയും നാളുകളിൽ എങ്ങനെയായിത്തീരുമെന്ന് ചിന്തിച്ച ഭയവും ഭാരവും നമ്മുടെ അകത്തുണ്ടാവരുത്. ധൈര്യത്തോടെ പറ, ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഭാവി തീരുമാനിച്ചൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറഞ്ഞത്, ആരംഭത്തിങ്കൽ തന്നെ അതിൻ്റെ അവസാനം ഞാൻ അറിയുന്ന ദൈവമാണ്. പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ അറിയിക്കുന്ന ദൈവം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെയും നിങ്ങളുടെ തലമുറയുടെയും കുടുംബത്തിൻ്റെയും ഭാവി വ്യക്തമായി എൻ്റെ ദൈവത്തിനറിയാം. ഇന്ന് വരെയുള്ള കാര്യങ്ങളല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. എന്നാൽ നാളുകളിൽ സംഭവിക്കുന്നത്, നാളെ എങ്ങനെയായിത്തീരും, എന്തായിത്തീരും, എങ്ങനെയാണ് നിങ്ങൾ മുൻപോട്ട് പോകുന്നത്, ഇത് ദൈവം അപ്പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ വ്യക്തികളെ പറ്റിയും. അങ്ങനെയെങ്കിൽ ടെൻഷൻ ആവരുത്. ഇനി ശ്രദ്ധിക്കൂ. എന്നിട്ട് പറഞ്ഞു, യിരെമ്യാവേ, നിന്നെ ജാതികൾക്ക് പ്രവാചകനായി. അല്ല, യിരെമ്യാവ് പറയേ, കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനാ, എന്നെ കൊണ്ട് പറ്റില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഒഴിഞ്ഞു മാറരുത്. നമ്മുടെ കഴിവല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ സൗന്ദര്യമല്ല, ഞങ്ങളുടെ കുടുംബ ശ്രേഷ്ഠതയല്ല ദൈവം നോക്കുന്നത്. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളെ ദൈവത്തിന് യൂസ് ചെയ്യണം, കഴിവനുസരിച്ചല്ല. നോക്കൂ, മനുഷ്യൻ മാറ്റി നിർത്തിയ, കുടുംബക്കാർ മാറ്റി നിർത്തിയ ദാവീദിനെ ദൈവം ഉപയോഗിച്ചത് മറന്നു പോകരുത്. കേവലം മുക്കുവനായിരുന്ന പത്രോസിനെ ദൈവം യൂസ് ചെയ്തത് മറന്നു പോകരുത്. മാറ്റി നിർത്തപ്പെട്ട് വിക്കനാണ്, എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ തടിച്ച നാവുള്ള മനുഷ്യനെന്ന് പറഞ്ഞപ്പോൾ ദൈവം തിരിച്ചൊരു ചോദ്യം, വിക്കനെയും തടിച്ച നാവുള്ളവനെയും സൃഷ്ടിച്ചത് ഞാനാണ്, എനിക്ക് നിന്നെ യൂസ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒഴിവ് കഴിവുകൾ പറയരുത്, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയരുത്. യിരെമ്യാവ് ഒഴിഞ്ഞു മാറി. പക്ഷെ ദൈവം പറഞ്ഞു, ഇല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവം പറയുക, യഹോവയുടെ അരുളപ്പാട്, നീ ബാലനെന്ന് പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോണം, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സംസാരിക്കും. സ്തോത്രം. ചില പ്രിയപ്പെട്ടവർ എന്ത് സംസാരിക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും അറിയാതെ കുഴങ്ങുന്ന ചില വിഷയങ്ങൾ. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ അയക്കുന്ന ഇടത്ത് നീ പോകണം, ഞാൻ നിന്നെ അയക്കുന്ന ഇടത്ത് നീ പോകണം, ഞാൻ പറയുന്നത് നീ സംസാരിക്കണം. പറവനോട് ദൈവം അങ്ങനെ പറഞ്ഞു, നീ കൊട്ടാരത്തിൽ ചെല്ലണം, ഞാൻ പറയുന്നത് പറവനോട് പറയണം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചില വിഷയത്തിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ദൈവം പറയുന്നത് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി, മുമ്പോട്ട് പോകണം. നിങ്ങൾക്ക് മനുഷ്യമായിട്ട് സംസാരിക്കാനോ അവർ മുമ്പിൽ പിടിച്ചിരിക്കാനോ, ആ വിഷയത്തിൽ മാനുഷ്യമായ നിങ്ങളുടെ സംസാരത്തിന് പരിമിതികളുണ്ട്. പക്ഷേ പരിമിതികളില്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ നാവോടുകൂടെ ഇരിക്കും.
നിങ്ങളുടെ ശരീരത്തോടു കൂടെ ഇരിക്കും. നിങ്ങൾ മുമ്പോട്ട് പോകണം. എന്നിട്ടാണ് നമ്മുടെ കുറിവാക്യം ഇരമ്യാവിനോട് പറയുകയാണ്, നീ ചെല്ലുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, നീ അവരെ ഭയപ്പെടരുത്. നീ അവരെ ഭയപ്പെടരുത്. പ്രിയരെ അയക്കുന്നവനൊരു ഉത്തരവാദിത്വമുണ്ട്. അവിടെ വിളിച്ചു പറഞ്ഞു, നിന്നെ വിടുവിപ്പാനും സഹായിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ദൂത് ഏറ്റെടുക്കൂ. നിങ്ങളൊന്നിനെ ഭയപ്പെടരുത്. അയച്ചവൻ ആരാണ്? മുമ്പോട്ട് പോകാൻ പറയുന്നവൻ ആരാണ്? സംസാരിക്കാൻ പറയുന്നവരാരാണ്? നിങ്ങളെ അയച്ചവനു നിങ്ങളെപ്പറ്റി ഉത്തരവാദിത്വമുണ്ട്. അയച്ചവനല്ലേ നിങ്ങളോട് പറയുന്നത്? യേശു ശിഷ്യന്മാരോട് പറയുന്നു, ആ കഴുതക്കുട്ടി അയച്ചുകൊണ്ട് വരുവിൻ. അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞവന് ഉത്തരവാദിത്വമുണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ എന്തിനായിരിക്കുന്നു ചോദിച്ചാൽ ഗുരുവിന് ആവശ്യമുണ്ട്, അത് പറഞ്ഞാൽ മതി. അപ്പം നമ്മളെ വിട്ടവൻ അധികാരമുള്ളവനാ. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ നിങ്ങൾ ഭയപ്പെടുന്നത്, ഭയം ഇന്ന് പകൽ മാറണം. വിടുവിപ്പാനും രക്ഷിപ്പാനും സൗഖ്യമാക്കാനും സഹായിപ്പാനും തുറക്കാനും പുറത്തു കൊണ്ടുവരാനും പുറപ്പെടുവിക്കാനും എൻ്റെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അവിടെ നിന്നാണ് നിങ്ങളെ അയക്കുന്നത്. ഈ ഒരു ദൂത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യണം. ഈ ഒരു ദൂത് ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കരയറ്റണം. വിളിച്ചു പറ, ഞങ്ങൾ ഭയപ്പെടത്തില്ല, ഞങ്ങൾ മുമ്പോട്ട് പോകും. ഞങ്ങളിതിനെ ചവിട്ടി ജയിക്കും, ഇതിനേക്കാൾ കീഴാക്കും. ചില ഞങ്ങളുടെ മുമ്പിൽ ഓപ്പണാകാൻ പോകുകയാണ്. ഭ്രമിച്ചു പോകരുത്. നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ വലുതാണ്. അവരോടുകൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മുടെ കൂടെ സർവശക്തനായ ദൈവം അവിടെ നിന്ന് പറഞ്ഞ്, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ധൈര്യത്തോടെ മുമ്പോട്ട് പോകും. ഈ പകൽ ഈ ദൂത് ഏറ്റെടുക്കൂ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അതിശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞങ്ങളെ നിയമിച്ച, ഞങ്ങളെ കണ്ട, ഞങ്ങളെ അറിഞ്ഞ, ഞങ്ങളെ എന്തായിത്തീരുമെന്ന്, ഞങ്ങളുടെ തലമുറകൾ എന്തായിത്തീരുമെന്ന്, ഞങ്ങളുടെ മിനിസ്ട്രി എന്തായിത്തീരുമെന്ന് അറിഞ്ഞ ഒരു ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ആരുമല്ല ഞങ്ങളുടെ കാലഗതികൾ തീരുമാനിക്കുന്നു, ആരുമല്ല ഞങ്ങളുടെ സമയം തീരുമാനിക്കുന്നു. അങ്ങാണ്. അങ്ങ് ഞങ്ങളെ അയച്ചെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. ധൈര്യത്തോടെ, ഭയത്തോടെ അല്ല ഞങ്ങൾ പോകുന്നത്, വേദനയോടെ അല്ല ഞങ്ങൾ പോകുന്നത്. ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ അവിടെ ഞങ്ങളുടെ സകല ഭയങ്ങളും മാറട്ടെ. ധൈര്യത്തെ ചോർത്ത് അന്ധകാര മണ്ഡലങ്ങൾ മാറട്ടെ. ചിലതിൻ്റെ മേൽ ഞങ്ങൾ ജയം കൽപ്പിച്ച് മുമ്പോട്ട് പോകുന്നു. കർത്താവേ, വലിയ വിടുതൽ സംഭവിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, അവരെ ഭയപ്പെടരുത്. ദൈവമാണ് നമ്മളെ അയക്കുന്നത്. നിങ്ങൾ ധൈര്യത്തോടെ മുമ്പോട്ട് പോകും. ദൈവം വഴി തുറക്കും. അത് ഓപ്പണാവും. നാളുകളായി നടക്കാത്ത ദൈവം തുറന്നു തരും. ഭയപ്പെടരുത്. വിശ്വാസത്തോടെ മുമ്പോട്ട് പോകും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപിച്ചു മാറ്റി.